in this video we can discuss a Python program to check whether a given number is prime or not. So നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഹൗ ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ. ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ കണ്ടുപിടിക്കുന്നതും പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്നതും തമ്മിലുള്ള റിലേഷനും പറഞ്ഞിരുന്നു. സോ നമ്മൾ ഒരു നമ്പർ എടുക്കുമ്പോഴത്തേക്കും ആ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ് ആണെങ്കിൽ ആ 1ഉം ആ നമ്പറും മാത്രമേ വരുന്നുള്ളെങ്കിൽ എനിക്ക് പറയാം ദാറ്റ് നമ്പർ ഈസ് പ്രൈം നമ്പർ, അല്ലെങ്കിൽ നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പറിൽ കണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രൈം നമ്പർ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈസ് പ്രൈം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന നമ്പർ ഞാൻ നമ്മിൻ്റെ അകത്ത് കൊടുത്തു. നമ്മിൻ്റെ അകത്ത് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്കറിയാം ലീസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2നെക്കാട്ടി ലെസ് ആയിട്ടുള്ള നമ്പർ എനിക്ക് പ്രൈം നമ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഞാൻ അത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇഫ് നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2 ആണ്, ഞാനിപ്പോൾ 1 എന്ന് കൊടുക്കുകയാണ്, ഡെഫിനറ്റ്ലി എനിക്ക് പറയാം അതൊരു പ്രൈം നമ്പർ അല്ല എന്നുള്ളത്. സോ ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 2 ആണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയാം റിട്ടേൺ ഫാൾസ്. മീൻസ് എന്ത് റിട്ടേൺ ചെയ്യും, അതായത് അവിടെ പ്രൈമേ അല്ല, ആ നമ്പർ പ്രൈമേ അല്ലെന്ന് എനിക്ക് പറയാം. 2നെക്കാട്ടി ലെസ് ആയിട്ടുള്ള നമ്പറാണ് ഞാൻ എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പോലെ ഓരോ നമ്പേഴ്സ് നമ്മിൻ്റെ അകത്തുള്ള ഓരോ നമ്പേഴ്സ് നോക്കണം അല്ലേ. നമ്മിൻ്റെ അകത്തുള്ള ഓരോ നമ്പേഴ്സ് നോക്കണം, റേഞ്ചിങ് ഫ്രം 2 to നം വരെ നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് നം വരെ നോക്കുന്നത്? കാരണം എനിക്ക് എന്തായാലും 2 മുതലേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ലീസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. അപ്പോൾ 2 മുതൽ ഏതുവരെ നോക്കിയാൽ മതി. ഇപ്പം ഞാൻ നമ്പർ കൊടുക്കുന്ന 11 ആണെങ്കിൽ എനിക്ക് 2 മുതൽ 10 വരെ നോക്കിയാൽ മതി. കാരണം എന്താ? കാരണം എനിക്ക് 1ഉം ഈ പറഞ്ഞ 11, അതായത് 1ഉം ആ നമ്പറും എന്തായാലും ഏത് നമ്പർ എടുത്താലും ഫാക്ടേഴ്സാണ്. ഇപ്പോൾ 11 എടുത്തു കഴിഞ്ഞാൽ 1ഉം 11ഉം ഫാക്ടേഴ്സാണ്. പിന്നെ അതേപോലെ 12 എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4, 12. നേരത്തെ നമ്മൾ കണ്ട 16 ആണെങ്കിൽ 1, 2, 4, 8, 16. അപ്പോൾ അതിൽ 1ഉം 16 അതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ റേഞ്ച് 2 മുതൽ ഏതുവരെ എടുത്താൽ മതി, അതിന് തൊട്ട് മുന്നുള്ള നമ്പർ വരെ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ എന്ത് കൊടുക്കുന്നു, നം വരെ കൊടുക്കുന്നുള്ളൂ. 2 to നം കൊടുക്കുന്നു. ഇനി ഇഫ് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ, ഇഫ് നം മോഡ് ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യണം, ഫോൾസ് റിട്ടേൺ ചെയ്യണം. അതായത് ഇപ്പം ഈക്വൽ ടു 0 ആണ്, ഞാൻ ഫോൾസ് റിട്ടേൺ ചെയ്തു. അതായത് ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പർ അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഫോൾസ് കൊടുത്തത്. ഡിവിസിബിൾ ബൈ 0 ആണെങ്കിൽ പ്രൈം നമ്പർ ആകുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്നും അങ്ങനെ പ്രൈം നമ്പർ ഒന്നും വന്നില്ല, മീൻസ് ഒന്നും ഡിവിസിബിൾ ബൈ 0 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യണം, ട്രൂ റിട്ടേൺ ചെയ്യണം. അതിൻ്റെ അർത്ഥം ട്രൂ റിട്ടേൺ ചെയ്ത് അതിൻ്റെ അർത്ഥം ദാറ്റ് നമ്പർ ഈസ് പ്രൈം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ വാല്യൂ ഏതിൻ്റെ അകത്തുണ്ട്, ഇപ്പം ഞാൻ ചെക്ക് ചെയ്യാണ്. എനിക്ക് ചെക്ക് ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണ്. അപ്പം ഈ 11 ഈസ് പ്രൈം ഓഫ് 11 എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എന്താ ചെയ്യുന്നത്, ഈ 11ലോട്ട് പോകും. അപ്പം ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം, എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ഒന്നും വരത്തില്ല. കാരണം എന്താണ്, നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ പ്രിൻ്റ് എന്ന് കൊടുത്തു, അപ്പം എന്ത് വരും എന്നുള്ളത് നോക്കാം. സോ ഞാൻ അങ്ങനെ പ്രിൻ്റ് എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എന്തോന്നു, ട്രൂ വന്നു. ട്രൂ വരാൻ കാരണം എന്താണ്, അവിടെ 11 കൊടുത്തു. 11 ഈസ് എ പ്രൈം നമ്പർ, അതുകൊണ്ടാണ് അവിടെ ട്രൂ വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിട്ടേൺ ഫാൾസിന് പകരം ഞാൻ നോട്ട് പ്രൈം എന്ന് കൊടുക്കാം. എനിക്ക് അങ്ങനെയും കൊടുക്കാം.
ഇവിടെ റിട്ടേൺ ഫോൾസിന് പകരം നോട്ട് പ്രൈം എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെയാണെങ്കിലോ അല്ലെങ്കിൽ എന്താവും, പ്രൈം നമ്പറാണ്. സോ ഞാൻ പ്രൈം നമ്പർ എന്ന് കൊടുത്തു. പ്രൈം എന്ന് കൊടുത്തു. സോ ഞാൻ റൺ ചെയ്ത് നോക്കാം. യെസ്, 11 is a പ്രൈം നമ്പർ. പ്രൈം എന്ന് വന്നു. ഇനി ഞാൻ 16 കൊടുത്തു, നോട്ട് പ്രൈം എന്ന് വന്നു. ഇനി ഞാൻ 2 എന്ന് കൊടുത്തു, പ്രൈം ആണെന്ന് വന്നു. ഇനി ഒരു 19 കൊടുത്തു, അതിൻ്റെ ഫാക്ടേഴ്സ് 1ഉം 9ഉം മാത്രമേ 19 മാത്രമേ വരത്തുള്ളൂ. സോ പ്രൈം നമ്പർ ആണ്. 20 കൊടുത്തു, 20യുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 4, 5, then 10, 20 ഫാക്ടേഴ്സും ഉണ്ട്. 1ഉം ആ നമ്പറും അല്ലാതെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഇനി എങ്ങനെയാണ് പ്രൈം നമ്പർ ജനറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. എനിക്ക് 20 ലെസ് ദാൻ 20 ലിമിറ്റ് വെച്ചാൽ ലെസ് ദാൻ 20 ലിമിറ്റിലുള്ള പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം, സ്റ്റാർട്ടിങ് ഫ്രം 2 to 20. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അനദർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, ചെക്ക് പ്രൈം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പ്രിൻറ്റ് പ്രൈം നമ്പേഴ്സ് ഉള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഞാൻ പ്രിൻറ്റ് പ്രൈം ലെസ് ദാൻ 20 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ റേഞ്ച് കൊടുക്കണമല്ലോ. റേഞ്ച് എന്ന് പറയുന്നത് 4 ഞാൻ പാസ് ചെയ്യുന്ന നമ്പറാണല്ലേ. ഞാൻ പാസ് ചെയ്യുന്ന നമ്പർ ഇൻ റേഞ്ച് 2 to 20. കാരണം 2 to 20 20ക്കുള്ളിലുള്ള മതി, അതായത് അപ് ടു 19 വരെ മതി. സോ 20 എന്ന് കൊടുത്താൽ മതി. ഞാൻ കൊടുക്കുന്ന നമ്പർ, ഇപ്പം ഞാൻ കൊടുക്കുന്ന ഓരോ നമ്പർ എടുക്കും, ഓരോ നമ്പർ എടുത്ത് അത് വിത്തിൻ റേഞ്ച് 2 to 20 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ വിളിക്കണം? ചെക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈസ് പ്രൈം. അവിടെ പോയി ഈ നമ്മിനെ അങ്ങോട്ട് പാസ് ചെയ്ത് വിട്ടാൽ പോരെ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇഫ് ഈസ് പ്രൈം ചെക്ക് ചെയ്യുക. ഞാൻ കൊടുക്കുന്ന നമ്പർ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് പ്രൈം ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നമ്മിൻ്റെ വാല്യൂ അതിന് 2 ആണ്. അപ്പോൾ ഈസ് പ്രൈം ഓഫ് 2 വരും. ഈസ് പ്രൈം ഓഫ് 2 എന്ന് പറഞ്ഞാൽ നേരെ ഈസ് പ്രൈമിലോട്ട് പോവും. അവിടെ നമ്മിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, വെദർ പ്രൈം ആണോ അല്ലേ എന്നുള്ളത് കിട്ടും. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്, അത് ഞാനിത് റൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പ്രൈം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പർ പ്രിൻറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ 2 കൊടുത്തു, അവിടെ പ്രൈം ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് റിട്ടേൺ ചെയ്യും, 2 എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ എനിക്ക് അത് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, നം പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ഒരു ലൈനിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നു. സോ നം ഇസ് ഈക്വൽ ടു ഇങ്ങനെ കൊടുത്തു. പ്രൈം നമ്പർ ഒരു ലൈനിൽ തന്നെ ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ എനിക്കിവിടെ എന്ത് കിട്ടും, നമ്പെല്ലാം ഞാൻ അങ്ങനെ പ്രിൻ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലാസ്റ്റ് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, ജസ്റ്റ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 20 എന്ന് കൊടുക്കാം. ലെസ് ദാൻ 20 ആണെങ്കിൽ ലെസ് ദാൻ 20 പ്രിൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതേ ഉള്ളൂ, ആ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്തിട്ടില്ല. ഇപ്പം ഈ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി അതിനെ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്,
ഫോർ ചെക്കിങ് എ നമ്പർ പ്ലസ് പ്രൈം ഓർ നോട്ട്. അതുമല്ല ഞാൻ ഇവിടെയും വിളിക്കുന്നുണ്ട്. ഇവിടെ വിളിക്കുന്നത് എന്തിനാണ്? പ്രൈം ആണെങ്കിൽ ഇവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് വിളിക്കണമെങ്കിൽ ഈ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യണ്ടേ. സോ ഈ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്തു. സോ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നോർമലി അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം പ്രിൻറ്റ് പ്രൈം ലെസ് ദാൻ 20. കറക്റ്റ് ആൻസർ അല്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ട് കറക്റ്റ് ആൻസർ വന്നില്ല എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നോർമലി എന്താ ചെയ്യുന്നത്? പ്രിൻറ്റ് പ്രൈം ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ നേരെ ഈ ഡെഫിനിഷനിലോട്ട് പോകും. എന്നിട്ട് എന്ത് പറഞ്ഞു? നം എടുക്കും. 2 നമ്മിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 to 20. ആദ്യം നമ്മിൻ്റെ വാല്യൂ 2 എടുക്കും. എന്നിട്ടോ ഈസ് പ്രൈം ഓഫ് 2. ഈസ് പ്രൈം കാണുമ്പോൾ നേരെ എവിടെ പോകും? ഇതിൻ്റെ അകത്ത് പോകും. ഈസ് പ്രൈം ഓഫ് 2. ഇനി നമ്മിൻ്റെ വാല്യൂ 2 ലെസ് ദാൻ 2 ആണോ? അങ്ങനെയാണെങ്കിൽ റിട്ടേൺ നോട്ട് പ്രൈം. റിട്ടേൺ നോട്ട് പ്രൈം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ പ്രിൻ്റ് ചെയ്ത് വരത്തേ ഉള്ളൂ. നോട്ട് പ്രൈം അങ്ങനെ ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇഫ് വരുവാണെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്, ഇവിടെ നോട്ട് ശരിക്കും ഈസ് പ്രൈം ഓഫ് നമ്മ വിളിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്ത വാല്യൂ ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോട്ട് പ്രൈം, അതൊരു എന്താണ്, ഒരു സെൻറ്റൻസ് അല്ലേ? നോട്ട് പ്രൈം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അത് നമുക്ക് ഇഫിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ? ബൂളിയൻ വേരിയബിളായ ഫോൾസ്. അതേപോലെ ഇവിടെയും റിട്ടേൺ ഫോൾസ്, ഇവിടെ റിട്ടേൺ ട്രൂ. മനസ്സിലായോ? അപ്പം ഇങ്ങനെയും എനിക്ക് പ്രൈം നമ്പർ ചെക്ക് ചെയ്യാം. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്ത് വന്നു? 2 3 5 7 വന്നല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ 2 വിളിച്ചു. 2 ലെസ് ദാൻ 2 ആണോ? ആണ്. 2 ലെസ് ദാൻ 2 ആണോ? സോറി, അല്ല. അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ്. അപ്പോൾ അതിലോട്ട് പോകത്തില്ല. പിന്നെന്താണ്? ഫോർ ഐ ഇൻ റേഞ്ച് 2, നം. 2, നം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? ഐൻ്റെ വാല്യൂ ആദ്യം 2, നം. നമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. എന്നിട്ട് ഇഫ് നം മോഡ് ഐ, ഇഫ് നം മോഡ് ഐ ഈക്വൽ ടു 0 ചെയ്യും. അതായത് 2 മോഡ് ഐ ഈക്വൽ ടു 0 ആണോ? ദാറ്റ് ഈസ് 2 മോഡ് 2 ഈക്വൽ ടു 0 ആണ്. ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഫോൾസ് റിട്ടേൺ ചെയ്യാം. സോറി, ഇവിടെ 2, 2 ഇതിലോട്ട് കയറുമോ? ഇല്ല, കാരണം ഇവിടെ റേഞ്ച് 2, 2 ആണ് വരുന്നത്. അപ്പം ഇതിലോട്ട് കയറില്ല. നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യും. ട്രൂ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഈസ് പ്രൈം ഓഫ് 2 വിളിച്ചപ്പം ഇഫ് ട്രൂ വന്നു. ഇഫ് ട്രൂ വരുവാണെങ്കിൽ നമ്മിൻ്റെ വാല്യൂ കൊടുക്കുക, പ്രിൻ്റ് ചെയ്യണം. നമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 2. സോ 2 പ്രിൻ്റ് ചെയ്തു. ദെൻ ഐൻ്റെ വാല്യൂ എന്താവും? സോ നമുക്ക് അവിടെ എന്ത് വന്നു? 2 വന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മിൻ്റെ വാല്യൂ 3 ആവും. 3 വരുമ്പോൾ ഈസ് പ്രൈം ഓഫ് 3 വരും. ഈസ് പ്രൈം ഓഫ് 3 വരുമ്പോൾ നേരെ ഇവിടെ പോവും. 3 ലെസ് ദാൻ 2 ആണോ? അല്ല. അപ്പോൾ അതിൽ കയറില്ല. ദെൻ ഫോർ ഐ ഇൻ റേഞ്ച് 2, നമ്മിൻ്റെ വാല്യൂ എത്ര വരും? 3 വരും. നമ്മിൻ്റെ വാല്യൂ 3 വരും. സോ 2, 3 വരും. സോ നമ്മിൻ്റെ വാല്യൂ ആദ്യം 2 വരും. സോ 2 മോഡ് 2, സോറി, നമ്മിൻ്റെ വാല്യൂ 3 വരും. 3 മോഡ് 2 1 ആണോ? സോ 3 ഇവിടെ എന്ത് വരും? 3 വരും. 3 മോഡ് 2 വരും. 3 മോഡ് 2 വരും. 3 മോഡ് 2 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പം ഫോൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറില്ല. അപ്പോൾ എന്ത് വരും? ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പം ഈസ് പ്രൈം ഓഫ് നമ്മിൻ്റെ അവിടെ എന്ത് വരും? ട്രൂ വരും. ട്രൂ ആണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യണം. സോ നമ്മിൻ്റെ വാല്യൂ 3 പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഇവിടെ എന്താണ്? നമ്മിൻ്റെ വാല്യൂ 4 ആകും. നമ്മിൻ്റെ 4 ആകുമ്പോൾ ഈസ് പ്രൈം ഓഫ് 4 വരും. സോ എങ്ങനെ വരും? ഈസ് പ്രൈം ഓഫ് 4 വരും. അങ്ങനെയാണെങ്കിൽ നേരെ ഈസ് പ്രൈമിൻ്റെ അകത്ത് ഇവിടെ വരും. അപ്പോൾ അവിടെ എന്ത് വരും? ഈസ് പ്രൈം ഓഫ് 4 വരും.
സോ ദാറ്റ് മീൻസ് നമ്മിൻ്റെ വാല്യൂ എന്ത് വരും? നമ്മിൻ്റെ വാല്യൂ എന്ത് വരും? നം ഇസ് ഈക്വൽ ടു 4 വരും. ഇനി ഇവിടെ എന്ത് വരും? 4 ലെസ് ദാൻ 2 ആണോ? അല്ല. അപ്പം ഇതിൻ്റെ അകത്ത് കയറില്ല, നേരെ ഇതിൻ്റെ അകത്ത് വരും. ഇതിൻ്റെ അകത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഫോർ ഐ ഇൻ റേഞ്ച് ഐൻ്റെ വാല്യൂ ഏതുവരെ പോകും? ഐൻ്റെ വാല്യൂ ഏതുവരെ പോകും? 2, 4ൻ്റെ നമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 4 വരും അല്ലേ? സോ ഐൻ്റെ വാല്യൂ ഏതുവരെ? ഐൻ്റെ വാല്യൂ ഏതുവരെ വരും? ഐൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 2, 3 വരെ പോകും. സോ ഇവിടെ വരുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ ചെക്ക് ചെയ്യും. ആദ്യം നമ്മിൻ്റെ വാല്യൂ 4 അല്ലേ? 4 മോഡ് ഐൻ്റെ വാല്യൂ 2 ഈക്വൽ ടു 0 തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഫോൾസ് റിട്ടേൺ ചെയ്യും. അവിടെ ഫോൾസ് റിട്ടേൺ ചെയ്യും. എഗെയിൻ ഐൻ്റെ വാല്യൂ എന്താവും? 3 ആവും. 3 വരുമ്പോഴത്തേക്കും നമ്മിൻ്റെ വാല്യൂ 3 ആണ്. നമ്മിൻ്റെ വാല്യൂ 4 ആണ്. 4 മോഡ് ഐൻ്റെ വാല്യൂ എത്രയാണ്? 3. 4 മോഡ് 3 എന്ന് പറയുമ്പോഴത്തേക്കും 1 വരും. സോ അതും ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോൾസ് റിട്ടേൺ ചെയ്യും. കാരണം ഇവിടെ ആക്ച്വലി 4 മോഡ് 2 ചെയ്യുമ്പോൾ തന്നെ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പം ഇവിടെ എന്ത് വരും? ഈസ് പ്രൈം ഓഫ് 4 എന്ത് റിട്ടേൺ ചെയ്യും? ഫോൾസ് വരും. അപ്പോൾ ഈ ഫോൾസ് ആണെങ്കിൽ നം പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് 4 പ്രിൻ്റ് ആവാത്തത്. ഇങ്ങനെ ഓരോന്നും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഇത് എനിക്ക് ഫോൾസ് വെച്ചിട്ടും നേരത്തെ ഇവിടെ റിട്ടേൺ നോട്ട് പ്രൈമും ഇവിടെയും റിട്ടേൺ നോട്ട് പ്രൈമും ഇവിടെ റിട്ടേൺ പ്രൈമും അല്ലേ കൊടുത്തിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടും എനിക്ക് എന്ത് ചെയ്യാം? പ്രൈം നമ്പേഴ്സ് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുകൂടെ ഞാനിപ്പോൾ കാണിച്ചേക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. സോ ഇപ്പോൾ റൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും? ഫോൾസ് വരും. സോ ഇത് റൺ ചെയ്യുമ്പോൾ ഫോൾസ് എന്ന് വരത്തുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് പ്രൈം ആണോ, പ്രൈം നമ്പർ നോട്ട് പ്രൈം നമ്പർ എന്ന് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. റിട്ടേൺ ഫോൾസിൻ്റെ അവിടെ നോട്ട് ട്രൂ കൊടുക്കാം, എന്നിട്ട് ട്രൂവിൻ്റെ അവിടെ ഫോൾസിൻ്റെ അവിടെ നോട്ട് പ്രൈം കൊടുക്കാം, ട്രൂവിൻ്റെ അവിടെ പ്രൈമും കൊടുക്കാം. അതല്ലാത്ത വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞു തരാം. ഇത് പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന ഞാൻ എൻ്റെ ഈ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന അത് ഫോൾസ് ഓർ ട്രൂ ഞാൻ ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. ഏത് വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു? പ്രൈമിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഇഫ് ദാറ്റ് പ്രൈം ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? പ്രിൻറ്റ് the number is prime. Okay, else print number is not prime. Okay, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഔട്ട്പുട്ട് എന്ത് വരും എന്നുള്ളത്. So num is not defined. സോറി, ഞാനിവിടെ നമ്മിൻ്റെ വാല്യൂ കൊടുത്തില്ല, അതാണ് അവിടെ എറർ കാണിച്ചല്ലേ. ഞാനിപ്പം ഏത് നമ്പറാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പം 16 കൊടുത്തു നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും നോക്കാം. The number is not prime. ഞാൻ 11 കൊടുത്ത് നോക്കാം, ഔട്ട്പുട്ട് എന്ത് വരും? The number is prime. ഇനി 2 കൊടുത്ത് നോക്കാം, number is prime.
ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പല രീതിയിൽ പ്രൈം നമ്പേഴ്സ് ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇപ്പം ഫങ്ഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞാൽ ഫോൾസും ട്രൂവും റിട്ടേൺ ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫങ്ഷൻ വെച്ച് അല്ലെങ്കിൽ കൂടെ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ജസ്റ്റ് ബാക്കി ഫങ്ഷൻ ഇല്ലാതെ അങ്ങ് ഇത്രയങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഫങ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ നോർമലി റിട്ടേൺ യൂസ് ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് പ്രിൻറ്റിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് നമ്പർ ഈസ് പ്രൈം ഓർ നമ്പർ ഈസ് നോട്ട് പ്രൈം, റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ ജസ്റ്റ് എങ്ങനെയാണ് പ്രൈം നമ്പർ എങ്ങനെയാണ് നമ്മളൊരു നമ്പർ ചെക്ക് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് പ്രൈം ഓർ നോട്ട് എന്ന് കണ്ടു. ഒരു പ്രൈം നമ്പർ സീക്വൻസ് ജനറേഷനും കണ്ടു, ലെസ് ദാൻ എ പെർട്ടിക്കുലർ ലിമിറ്റ്.